ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരഗ്ന, നിങ്ങളെ സ്വന്തം മനു മിസ്സാണ്. ഓക്കെ, മക്കളെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ ഓണപരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. സോ ഓണപരീക്ഷ ഇപ്പം നമ്മളുടെ ഓഗസ്റ്റ് 13 നടക്കാൻ പോകുന്നത് എന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ നല്ല കുട്ടികളായിട്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. അതിനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ നമ്മളെ പൃഥ്വി ബാച്ചിൽ 5ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മളെ പൃഥ്വി ബാച്ചിൽ ഇപ്പം ഓണപരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കാൻ വേണ്ടി പോവാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ക്വസ്റ്റ്യൻ പേപ്പർ കാണണം എന്നുണ്ടായിരിക്കും. എങ്ങനെയായിരിക്കും നമുക്ക് എക്സാം എഴുതാനുള്ള ടെൻഷനൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. കാര്യം 4ാം ക്ലാസ് 5ാം ക്ലാസ്സിലേക്ക് പോയതല്ലേ. അപ്പൊ ആദ്യത്തെ എക്സാം ആണ്. ഫുൾ മാർക്ക് മേടിക്കണമെങ്കിൽ വേഗം തന്നെ എന്ത് ചെയ്യുക, ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഇപ്പൊ ഒരു ലിമിറ്റഡ് ഓഫർ ഉണ്ട്. 10% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ബാച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പൊ പൈസ കുറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാം. അപ്പൊ ഇപ്പം തന്നെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലാണ് ആ 10% ഓഫർ ഉള്ളൂ കേട്ടോ. അതുമാത്രമല്ല, നിങ്ങൾ ഫ്രണ്ട്സിനോടും കൂടെ അറിയിക്കുക. ഈ ഒരു എക്സാം എഴുതി നിങ്ങൾ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവും, സിമ്പിൾ ആയിട്ട് ഫുൾ മാർക്ക് അതിൽ മേടിക്കാൻ വേണ്ടി പറ്റും. സോ എക്സാം ഇപ്പോഴുള്ള കാര്യമാണ്, അല്ലാതുള്ള എല്ലാ ക്ലാസ്സുകളും അതിലുണ്ട്. കൂടുതലായിട്ടുള്ള നമ്മളെ ബാച്ചിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. സോ നമുക്കിനി എന്ത് ചെയ്യാം, നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സമയം കളയണ്ട അല്ലേ. അപ്പൊ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കും. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം, ഭയങ്കര സിമ്പിൾ ആണ് അല്ലേ. 40 ലിറ്റർ വെള്ളം ഒരേ അളവുള്ള 8 കുപ്പികളിൽ നിറച്ചു. ഓരോ കുപ്പിയിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്നുള്ളതാണ്. സോ 40 ലിറ്റർ ആണ് ടോട്ടൽ ഉള്ളത്. അത് 8 കുപ്പികളിൽ നിറച്ചു എന്ന് പറയാൻ നമ്മൾ 8 കൊണ്ട് അതിനെ എന്ത് ചെയ്താൽ മതി, ഡിവൈഡ് ചെയ്താൽ മതി. ഹരിച്ചു നോക്കണം. ഈ ഒരു ചാപ്റ്ററിൽ മൊത്തം ഡിവിഷൻ ആണ്. അപ്പൊ എന്താ വരിക, നമുക്ക് 8ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിഞ്ഞാൽ മതി. അപ്പൊ 40 ഡിവൈഡഡ് ബൈ 8. 40 8 എത്ര ടൈംസ് പോവും, 5 തവണ പോവും. 8 5 40. സോ 5 ലിറ്റർ വീതം 8 കുപ്പികളിൽ നിറയ്ക്കാമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ നിങ്ങൾ. ഒരേ വിലയുള്ള 7 പേനയ്ക്ക് 98 രൂപ. അപ്പോൾ ഒരേ വിലയുള്ള 7 പേനകൾ എൻ്റെ കയ്യിലുണ്ട്. സോ എത്രയാണ് പൈസ എന്ന് എനിക്ക് അറിയില്ല, അതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഒരു പേനയുടെ വില എത്രയാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മളെ കയ്യിലുള്ളത് 98 രൂപയാണ് കടക്കാരന് നമ്മൾ കൊടുത്തത്. 7 പേനയാണ് വാങ്ങിയതെങ്കിൽ ഒരു പേനയുടെ പൈസ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ നിങ്ങൾ എന്ത് ചെയ്യുക, സാധാരണ പോലെ എന്ത് ചെയ്യുക, ഡിവിഷൻ ഒന്ന് ചെയ്ത് നോക്കുക. സോ 98 7 എത്ര ടൈംസ് പോകും. സോ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, 9 7 എത്ര തവണ പോകും, ഒരു തവണ പോകും അല്ലെ. അപ്പോൾ ഒരു 7 ബാക്കി 2 എന്ന് കിട്ടും. ഓക്കെ, ബാക്കി 2. സോ ആ 8 കൂടെ ഞാൻ താഴോട്ടേക്ക് ഇറക്കി എഴുതിയ 28. 28 നമുക്ക് 7 എത്ര തവണ പോകും എന്ന് കിട്ടുവടാ. 7 4 28 ആണ്. സോ 4 തവണ പോകും. 7 4 28. ദെൻ നമുക്ക് ഡിവൈഡ് ചെയ്താൽ താഴെ 0 ശിഷ്ടം റിമൈൻഡർ 0 വരുന്നവരെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. സോ നമ്മളെ ആൻസർ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് 14 ആയിരിക്കും, 14. സോ ആൻസർ എന്താണ്, 14. ഒരു പേനയുടെ വില 14 രൂപയാണ് എന്ന് കിട്ടി. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഇഫ് 168 rupees ഈസ് ഷെയർഡ് ഈക്വലി എമംഗ് 8 person, ഹൗ മച്ച് വിൽ ഈച്ച് ഗെറ്റ്. ഓരോരുത്തർക്കും എത്ര രൂപ വീതം കിട്ടും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, 168 രൂപ 8 പേഴ്സൺസിന് ഡിവൈഡ് ചെയ്യണം. 8 പേർക്ക് ഡിവൈഡ് ചെയ്യണം. 168നെ 8 കൊണ്ട് ഹരിച്ചു നോക്കിയാൽ മതി. അപ്പൊ നോക്കാം, 16 8 2 തവണ പോവും. 2 8 16, മൈനസ് ചെയ്താൽ 0 വരും അല്ലെ. ദെൻ ബാക്കിയുള്ള 8 കൂടെ ഞാൻ താഴോട്ടേക്ക് ഇറക്കി എഴുതിയാൽ 8 8 ഒരു തവണയെ പോളൂ. അപ്പൊ നമുക്ക് റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം 0 കിട്ടി. സോ നമ്മളെ ആൻസർ ആയിട്ട് ഇവിടെ കിട്ടിയത് ആരാണ്, 21. സോ ഇതുപോലെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഈ ഒരു പ്രോബ്ലം കൂടെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എന്താണ് ഉത്തരം വരിക എന്നുള്ളത് നമ്മളെ കമന്റ് ബോക്സിൽ പറയണം. ഞാൻ എന്തായാലും നിങ്ങളെ ആൻസറിന് വേണ്ടി കാത്തിരിക്കുന്നതായിരിക്കും. സോ ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ, അതും എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇനി നമ്മുടെ ബാച്ചിൽ. അതേപോലെ തന്നെ നമ്മളുടെ യൂട്യൂബ് ചാനലിലൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പൊ എന്ത് ചെയ്യുക, നമ്മളെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യേണ്ട കാര്യം മറന്നു പോകണ്ട. 9994400800 ഇതാണ് നമ്പർ. അപ്പോൾ ഒന്നുകൂടെ നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് അടിച്ചു നോക്കിയിട്ട് നമ്പറൊക്കെ നോക്കി നിങ്ങൾ വിളിക്കുക, നമ്മളെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഞങ്ങൾ എല്ലാവരും അവിടെ വെയിറ്റിംഗ് ആണ്. സോ അതുപോലെ ഇതിന്റെ ആൻസർ കമന്റ് ബോക്സിൽ ഒന്ന് പറയുക. ഇനി അടുത്തൊരു വീഡിയോക്ക് വെയിറ്റ് ചെയ്തിരിക്കുക. എല്ലാ ലൈവുകളും മിസ് ചെയ്യാതെ കാണുക. സോ അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ, സീ യു, ടാറ്റാ.